ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗം. ഇന്ന് വിശുദ്ധ തോമാസ് ലീഹായുടെ ശ്രേഷ്ഠ ശിഷ്യനായ വിശുദ്ധ മാറിയുടെ തിരുനാൾ ദിവസമാണ്. ബൈബിളിൻ്റെ കാലിക ചരിത്ര വിവരണത്തിൽ തോമാസ് ലീഹായുടെ 2 ശിഷ്യന്മാരെ കുറിച്ചാണ് പൊതുവെ പ്രതിപാദിക്കപ്പെടുക: മാർ അദ്ദായിയും മാർ മാറിയും. സുറിയാനി ആരാധനാക്രമം സഭയിൽ വളർത്തിയെടുക്കുന്നതിൽ ഏറെ നിർണായകമായ പങ്ക് വഹിച്ച 2 വ്യക്തികൾ എന്ന നിലയിൽ മാർ അദ്ദായിയും മാറിയെയും സഭ അനുസ്മരിക്കുന്നുണ്ട്. വിശുദ്ധ അദ്ദായിയുടെയും മാറിയുടെയും അനാഭര ശുശ്രൂഷ ആണ് നമ്മുടെ അനുദിന വിശുദ്ധ കുർബാനയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു പ്രത്യേകത ഉൾക്കൊള്ളുന്നതിനോടൊപ്പം തന്നെ തോമാസ് ലീഹ തൻ്റെ ജീവിതത്തിൽ പുലർത്തിയിരുന്ന ചില മനോഭാവങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതചര്യ എന്ന നിലയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ഏറ്റുവാങ്ങിയിരുന്നു എന്ന വലിയ ബോധ്യമാണ് സഭയ്ക്ക് ഉള്ളത്. കാലികമായി ചിന്തിക്കുമ്പോൾ ഭാരതത്തിലേക്ക് തോമാസ് ലീഹ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം എത്തിയ ദേശത്തെ ശിഷ്യന്മാരായിട്ടാണ് അദ്ദായിയെയും മാറിയെയും വചനത്തിൽ അല്ലെങ്കിൽ ബൈബിൾ സഭാചരിത്രത്തിൽ വിശേഷിപ്പെടുക. വിശുദ്ധ മാറിയുടെ തിരുനാൾ ദിവസം നമുക്കേറെ സ്നേഹത്തോടുകൂടി തോമാസ് ലീഹായെയും അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠ ശിഷ്യരായ ഈ അദ്ദായി മാറി എന്നിവരിലൂടെയും സുറിയാനി സഭാ സമൂഹത്തിന് ലഭിച്ച വലിയ സംഭാവനകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഒപ്പം അദ്ദേഹം നമുക്ക് പരിചയപ്പെടുത്തി തന്ന ലിറ്റർജിയുടെ ആരാധനാക്രമത്തിലെ അനാഫറ ഇന്ന് നമ്മൾ ഭക്തിയോടുകൂടി ആചരിക്കുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആ വലിയ നന്മയുള്ള കരങ്ങളെ നന്ദിയോടെ ഓർക്കുകയും ചെയ്യാം. ഇന്ന് തിരുവചനത്തിൽ നമ്മൾ കണ്ടെത്തുന്നത് സംശയങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ, ചോദ്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ അപ്പോൾ അതെല്ലാം തുറന്ന് ചോദിക്കുന്ന ഒരു തോമാസ് ലീഹായുടെ ചിത്രമാണല്ലോ. ഈശോ പറഞ്ഞു, ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ തോമാസ് ലീഹ ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട്: കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിയില്ല, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? ഇതിനുത്തരമായിട്ടാണ് ഈശോ ബൈബിളിലെ ഏറ്റവും ശക്തമായ ക്രിസ്തു രഹസ്യത്തിൻ്റെ ഒരു വെളിപ്പെടുത്തൽ നമുക്ക് നൽകുക: വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും ദൈവത്തിൻ്റെ പക്കൽ എത്തുന്നില്ല. പിതാപുത്ര പരിശുദ്ധാത്മാ ബന്ധത്തിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ ഒരു വെളിപ്പെടുത്തലാണ്. ഈശോയാണ് വഴി, അവനാണ് സത്യം, അവനാണ് ജീവൻ. അവനിലൂടെ ദൈവത്തിലേക്ക് കടന്നു പോകുക എന്നതാണ് ഈ ഭൂമിയിലായിരിക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും കരണീയമായിട്ടുള്ള മാർഗം. ത്രിത്വൈക ദൈവത്തിൻ്റെ 2ാമത്തെ വ്യക്തി എന്ന നിലയിൽ അവിടുന്ന് ഭൂമിയിൽ സംജാതനാവുകയും നമ്മളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുകയും ത്രിത്വൈക രഹസ്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കൈപിടിച്ചുയർത്തുകയും ചെയ്തിട്ടുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള വലിയ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് യേശു തമ്പുരാൻ ലോകത്തിൽ മനുഷ്യാവതാരം ചെയ്യുന്നു. അവിടുത്തെ തുടർന്ന് അവിടുന്ന് കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവ് ലോകത്തെ നയിക്കുവാനായിട്ട് കടന്നു വരുന്നു. ഈ നിയോഗമെല്ലാം തിരുസഭ ക്രിസ്തുവിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. അങ്ങനെ വെളിപ്പെടുത്തി തന്ന കർത്താവിനെ ആ ഒരു വെളിപ്പെടുത്തലിന് സഹായിച്ച വ്യക്തി എന്ന നിലയിലാണ് തോമാസ് ലീഹായെ നമ്മൾ കാണേണ്ടത്. ഈശോയുടെ ഉള്ളിലിരുന്ന രഹസ്യങ്ങൾ പോലും പുറത്തു കൊണ്ടുവരാൻ സഹായിച്ച ഇത്തരം കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങൾ വളരെ ലാഘവത്തോടെ, ഒരു ശിശുവിൻ്റെ നൈർമല്യത്തോടെ ഉയർത്തിയ തോമാസ് ലീഹായുടെ പുണ്യം അദ്ദേഹത്തിൻ്റെ ശിഷ്യരായ അദ്ദായിലും മാറിയിലുമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട്, അതുകൊണ്ട് തന്നെയാകണം ഒരുപക്ഷെ നമ്മുടെ സുന്ദരമായ ലിറ്റർജി ഈ അർത്ഥത്തിൽ സുറിയാനി ആരാധനാക്രമം നമ്മുടെ മനസ്സിൽ വലിയ ആത്മീയ ഉണർവ് നൽകുന്ന ശുശ്രൂഷയായിട്ട് ഉയർന്നു വന്നത്. ഏറെ സന്തോഷത്തോടെ വിശുദ്ധ തോമാസ് ലീഹായും വിശുദ്ധ മാറിയെയും ഒക്കെ നമുക്ക് അനുസ്മരിക്കുകയും വിശുദ്ധ മാറിയുടെ മധ്യസ്ഥം തേടി, കർത്താവെ, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലും കുഞ്ഞു കുഞ്ഞു സംശയങ്ങളും മനസ്സിലുണ്ടാകുന്ന ചോദ്യങ്ങളുമൊക്കെ ചോദിച്ചുകൊണ്ട് സഭയെ കൂടുതൽ അടുത്തറിയുവാൻ
ദൈവത്തെ കൂടുതൽ അടുത്തറിയുവാൻ ഞങ്ങൾക്ക് പ്രേരണ നൽകണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.